ഈ റീസൺ കാര്യങ്ങളൊന്നും എടുത്ത് ചർച്ച ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് പക്ഷേ എനിക്ക് ഒട്ടും സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നത്. ഇപ്പോൾ പിറവത്ത് റീസെൻ്റ് ആയിട്ടൊരു ഫാമിലി സൂയിസൈഡ് ചെയ്തിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ്. അപ്പം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും, അയ്യോ ആൾക്ക് ആരോഗ്യമുണ്ടല്ലോ, ഒന്ന് ജീവിക്കാൻ ട്രൈ ചെയ്യായിരുന്നു, ആരൊക്കെയോ അവർക്ക് വീടും ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് എന്തിനാ ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആത്മഹത്യനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ മഹത്വവൽക്കരിക്കാനോ ഒന്നല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം പൊരുതണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ആ ആൾ നിന്ന ഒരു അവസ്ഥ അതിങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനത് ഉറപ്പിച്ച് പറയുന്നല്ല, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രിവിലേജ്ഡ് അല്ലാണ്ട് ജനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജനിച്ചു പോയി കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ പാപി. ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കില്ല അവർ ഉപദ്രവിക്കുക. നമ്മൾക്കൊരു ഇല്ലായ്മ, ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും പോലും നമ്മൾ കടം ചോദിക്കുക, ഓൾറെഡി സഹായം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലരും പറഞ്ഞു ആൾക്ക് വീട് കൊടുക്കാമെന്നോ എന്തോ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാറുന്നില്ലേ, അത് റിസീവ് ചെയ്യാറുന്നില്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ കുറച്ച് ആളുകളുടെ നിന്ന് സഹായം വാങ്ങുമ്പോൾ നമ്മളെ മനസ്സറിഞ്ഞ് സഹായിച്ച് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ആളുകളുണ്ട്. നമ്മളുടെ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 100-ൽ 95% ആൾക്കാരും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സഹായിക്കണേ എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ കുറച്ച് പ്രതീക്ഷകൾ വയ്ക്കും. അതനുസരിച്ച് ഈ സഹായം റിസീവ് ചെയ്യുന്ന ആൾ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരാകും. പല സ്ഥലത്തും പ്രതികരിക്കാൻ പോലും പറ്റാണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല, നമ്മൾ വിളിച്ചിട്ടില്ല അവരെ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നന്ദിയില്ല. അതെങ്ങനെയാണ് നന്ദിയുടെ നല്ല മക്കളല്ലേ, എങ്ങനെ നന്ദി ഉണ്ടാവാനാ എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഇങ്ങനെ സംസാരിക്കലാണ്. നമ്മൾ സഹായിക്കുകയും ചെയ്യും, സഹായിച്ചു കഴിഞ്ഞിട്ട് പറയും, അതേ കണ്ണി കണ്ടവരുടെ കയ്യിലെ കാശ് കണ്ടിട്ടല്ല മക്കളെ വളർത്തേണ്ടത്, അവനവൻ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ മനുഷ്യൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കാം എന്ന് പറഞ്ഞ സഹായം അതിലേക്ക് എത്തുന്ന വരെ ഇയാൾ എന്താ അനുഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് ചിലപ്പോൾ ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സഹായത്തിന് വേണ്ടി കൈ നീട്ടുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചാരിറ്റി വീഡിയോയിലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരങ്ങ് എക്സ്പോസ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇയാൾക്ക് ചിലപ്പോൾ ഒരു വീടായിരിക്കാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. ഭാവിയിൽ ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടാലും എടുത്താലും മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയാലും ആ മക്കൾ എന്തോരം കഷ്ടപ്പെട്ടാലും ആ ഒരു സഹായം വാങ്ങിയതിൻ്റെ കണക്കിൽ കൊടുത്ത ആൾ പറഞ്ഞില്ലെങ്കിൽ പോലും നാട്ടുകാർ പറയും, അവൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അയാൾ വേർത്തതോ അയാളുടെ മക്കൾ കഷ്ടപ്പെട്ടതോ ഒന്നും ഈ ലോകം പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് ദൈവത്തിന് ഇത്രയും വലിയ പള്ളികളും അമ്പലങ്ങളും? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വീടുകളിലേക്ക് ഈ പള്ളി കെട്ടാനും അമ്പലം കെട്ടാനും പറഞ്ഞ പിരിവിന് വരല്ലേ? പണ്ടത്തെ പോലെയല്ല, ആൾക്കാർക്ക് ബോധമുണ്ട്, കുറച്ചെങ്കിലും യുക്തിയും കൂടെ ഉണ്ട് ആളുകൾക്ക്, ഭക്തി മാത്രമല്ല. ചിന്തിക്കുന്ന പിള്ളേരാണിപ്പോൾ. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ എല്ലാം ഉണ്ടാവുന്ന ആളുകളല്ല ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പൊ ഒരു വീടുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പോലും ഉറപ്പില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരെയുള്ള ആളുകളും സിറ്റുവേഷൻസും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരാളെങ്കിലും അങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് പട്ടിണിയല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിഞ്ഞ ഭരണത്തിൻ്റെയും ഇപ്പോഴുള്ള ഭരണത്തിൻ്റെയും ആരാണ് ഭരിക്കാൻ പോണേ, അവരുടെയൊക്കെ കഴിവുകേടാവും അത്. ഓക്കെ, സോ എത്ര ആളെ സഹായിച്ചു എന്ന് പറഞ്ഞാലും ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ മനക്കെട്ടി. ഇങ്ങനെയുള്ള ആളുകൾ രക്തസാക്ഷികളാവുമ്പോഴെങ്കിലും ബാക്കി ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക.